പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനർഘ നിമിഷം എഴുതിയ ബഷീറിനെ കുറിച്ചാണ്, അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബഷീറിൻ്റെ കൃതികൾ ഏതെല്ലാം, അദ്ദേഹം എന്നാണ് ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ ചരമദിനം എന്നാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതെല്ലാം, അങ്ങനെ ചോദിക്കാം. ഓരോ കൃതികളും എടുത്ത് ചോദിക്കാം. ഇതിൽ നിന്നും അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1908 ജനുവരി 19 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. വൈക്കത്തെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം? 1994 ജൂലൈ 4 അദ്ദേഹം മരിച്ചത്. ജൂലൈ 4 ആണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? കായി അബ്ദുറഹ്മാൻ, കുഞ്ഞാച്ചുമ്മ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? പ്രസിദ്ധ സാഹിത്യകാരിയായ ഫാത്തിമ ബീവി, ഫാബി എന്ന പേരിൽ എഴുതുന്ന ഫാത്തിമ ബീവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പട്ടംതാണു പിള്ളയെ കുറിച്ച് എഴുതിയ ഒരു ലേഖനമാണ് പട്ടത്തിൻ്റെ പേക്കിനാവ്. രാജ്യാഭിമാനി എന്ന പത്രത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മതിലുകൾ ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ഇങ്ങനെ ഓരോ കൃതിയും എടുത്തെടുത്ത് ചോദിക്കാം. പ്രേമലേഖനം, ബാല്യകാല സഖി, കഥാബീജം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? കഥാബീജം എന്നത് ബഷീറിൻ്റെ നാടകമാണ്. ജന്മദിനം ബഷീറിൻ്റെ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ജന്മദിനം എന്നത് ചെറുകഥയാണ്. അനർഘ നിമിഷം, ശബ്ദങ്ങൾ, വിട്ടികൾ, വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബഷീറിൻ്റെ കൃതിയാണ് ശബ്ദങ്ങൾ. ഉപ്പാപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, മരണത്തിൻ്റെ നിഴലിൽ, പാവപ്പെട്ടവരുടെ വേശ്യ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ഇവയെല്ലാം നിരവധി കൃതികളാണ് ബഷീറിൻ്റെതായിട്ടുള്ളത്. എല്ലാം ഓർത്തു വയ്ക്കുക വിഷമമാണ്. എന്നാലും പരമാവധി നിങ്ങൾക്കറിയാവുന്നത് അത്രയും നിങ്ങൾ പഠിക്കണം, ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് പാഠത്തിൻ്റെ ഉൾഭാഗത്തിൽ നിന്ന് നോക്കാം. അനർഘ നിമിഷം. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുകയാണ് സുപ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അനർഘം എന്നതിന് വിലമതിക്ക വയ്യാത്ത, ബഹുമാനം അർഹിക്കുന്ന എന്നെല്ലാം അർത്ഥമാണ്. അനർഘം എന്നതിൻ്റെ അർത്ഥം വിലമതിക്കാനാവാത്ത, അത്രയും വിലയുള്ള, അതുപോലെ വിലമതിക്ക വയ്യാത്ത, ബഹുമാനം അർഹിക്കുന്ന എന്നെല്ലാമാണ് അനർഘം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില ദർശനങ്ങളാണ്, ദർശനാത്മകമായിട്ടുള്ള കുറിപ്പുകളാണ് ഈ അനർഘ നിമിഷത്തിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ വിലയേറിയതാണ്. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാനാവില്ല. മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നീടുള്ള എല്ലാ നിമിഷവും ഏറ്റവും വിലപ്പെട്ടതായിരിക്കും. അടുത്ത നിമിഷം നമ്മൾ മരിക്കുവാൻ പോകുകയാണ്, അല്ലെങ്കിൽ മരണം അടുത്തു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ അനർഘ നിമിഷം എന്ന ഈ ചിന്താസരണി പൊട്ടിപ്പുറപ്പെട്ടത്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രം അവശേഷിക്കാൻ പോകുന്നു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നില്ല. തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്കൊപ്പം എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്ന എൻ്റെ ചിരിക്കകത്തെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നതാണ് അല്ലേ? നിങ്ങൾക്ക് നോട്ട്സിൽ തന്നിട്ടുള്ളതാണ്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കാൻ പോകുന്നു. ആശയം വിശദമാക്കുക. എൻ്റെ ചിരിക്കകത്തുള്ള മുഴക്കം അവർ കേൾക്കുന്നില്ല. ആശയം വിശദമാക്കുക.
വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോകും. കാലമിത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. കാലമിത്രയായി നീ ഇപ്പോഴും എനിക്ക് ഒരു മഹാരഹസ്യമാണ്. ഓരോ വരിയിലും ചിന്തകൾ മുറ്റി നിൽക്കുന്ന എഴുത്താണ് അനർഘ നിമിഷം എന്ന കൃതി. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുള്ള എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. എല്ലാവരും അങ്ങനെയാണ് അല്ലേ? എല്ലാവരും തനിയെ വരും, തനിയെ തന്നെ പോകുകയും ചെയ്യും. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നത് എന്താണ്? ചോദ്യം വരും അല്ലേ? അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നത് എന്ത്? യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ ആ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. അത് പെയ്യുവാൻ വിങ്ങുന്ന കാർമേഘത്തെ പോലെ യാത്രയ്ക്കുള്ള സമയമായി എന്നുള്ള ഓർമ്മയാണ് അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നത്. കൂട്ടുകാർ നിർബന്ധിക്കുന്നത് എന്തിന്? അവർ അറിയാത്തതെന്ത്? എൻ്റെ ചിരിക്കകത്തുള്ള മുഴക്കമാണ് കൂട്ടുകാർക്കറിയാത്തത്. തമാശകൾ പറഞ്ഞ് ചിരിക്കാനാണ് കൂട്ടുകാർ നിർബന്ധിക്കുന്നത്. അവർ കേൾക്കാത്തതെന്ത്? അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് അവരോടൊപ്പം ചിരിക്കുന്നു. പക്ഷേ ആ ചിരിക്കകത്തുള്ള മുഴക്കം അവർ ശ്രദ്ധിക്കുന്നതേയില്ല, അവർക്ക് കേൾക്കാനും സാധിക്കുന്നില്ല. എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ. ആശയം വിശകലനം ചെയ്യുക. അപ്രധാനമോ അതിപ്രധാനമോ ആയ എന്തോ ഉണ്ടായി, അതിൻ്റെ ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ. ചില സംഭവങ്ങൾ ചിലർക്ക് പ്രധാനമായി തോന്നാം, ചിലർക്ക് അത് അപ്രധാനമായി തോന്നാം. വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കാൾ പ്രാധാന്യം വർത്തമാനകാലത്തിനാണ്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലത്തിൻ്റെ പ്രാധാന്യം കുറച്ചു കാണാനുമാവില്ല. എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ എന്നാണ് കവി പറയുന്നത്. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. ആശയം വിശദമാക്കുക. വ്യക്തികൾ ജീവിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. ഇത് പ്രകൃതിയുടെ സാധാരണ നിയമമാണ്. ചിലർ ജീവിതകാലത്ത് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അവരുടെ മരണശേഷവും ഓർമ്മിക്കപ്പെടുന്നു. മഹത്തരമായ അവരുടെ പ്രവൃത്തികളാണ് അവരെ അനശ്വരമാക്കുന്നത്. ജീവിതത്തെ സ്നേഹിക്കുകയും സഹിക്കുകയും സഹജീവികൾക്കായി കാരുണ്യം നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുകയും ഒരു വ്യക്തിയുടെ കടമയാണ്. ലോകോപകാരപ്രദങ്ങളായ സന്ദേശങ്ങൾ പ്രദാനം ചെയ്യണം. അപ്പോൾ അതുമാണ് സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. എന്നെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് അറിയാവുന്നതെല്ലാം, എനിക്ക് തോന്നുന്നതെല്ലാം, എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം, എന്നെക്കുറിച്ചും എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നതിനെക്കുറിച്ചും ഞാൻ എഴുതി വച്ചിരിക്കുന്നവയാണ്. ഞാൻ ഇല്ലാതായാലും ഇത് നിങ്ങൾക്ക് എടുത്തു വായിക്കാം. എന്നെക്കുറിച്ച് അറിയാത്തതായി യാതൊന്നും നിങ്ങൾക്കില്ല. എന്നാൽ എൻ്റെ മരണം തൊട്ടടുത്തു എന്ന യാഥാർത്ഥ്യം മാത്രമാണ് നിങ്ങൾ അറിയാതിരിക്കുന്നത്. എൻ്റെ ചിരിക്കകത്തുള്ള മുഴക്കം, ആ മരണത്തിൻ്റെ മുഴക്കം മാത്രം നിങ്ങൾ അറിയുന്നില്ല. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. ഈ പ്രസ്താവനയിലെ നീ ആര്? ഈ പ്രപഞ്ചത്തെയാണ് നീ എന്ന് സംബോധന ചെയ്യുന്നത്. ഓരോ വ്യക്തിയും തൻ്റെ കർമ്മം ഒടുങ്ങുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, അവരുടെ പ്രവൃത്തിക്കാണ്. നീ എന്ന് സംബോധന ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിനെയാണ്.
പ്രപഞ്ചത്തോടുള്ള പ്രണയമാണ് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചം നമ്മളെയും നമ്മൾ പ്രപഞ്ചത്തെയും സ്നേഹിക്കുന്നു. ഈ ലോകത്തോട് വിട പറയുന്നു. എല്ലാവരോടും ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ പ്രകൃതിയോട് ഇണങ്ങി നാം ജീവിക്കുന്നു. എന്നാൽ പോകുമ്പോൾ നാം തനിച്ച് പോകുന്നു. നീ മാത്രം ഇവിടെ ശേഷിക്കുന്നു. ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, അവരുടെ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം. വ്യക്തികൾ വരികയും പോകുകയും ചെയ്യുന്നു. കാലം അതിൻ്റെ ഭ്രമണം തുടരുന്നു. പ്രപഞ്ചം അതിൻ്റെ നിയതമായ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യമാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ശേഷിപ്പ് വേണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് ആ നന്മയാർന്ന പ്രവൃത്തികൾ ചെയ്യണം. നമ്മൾ എഴുതി വയ്ക്കുകയോ ഏതെങ്കിലും കലാരൂപങ്ങളിലൂടെ അത് ആവിഷ്കരിക്കുകയോ ചെയ്താൽ കാലാകാലം അത് നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മോടൊപ്പം തന്നെ മണ്ണടിഞ്ഞ് പോവുകയും ചെയ്യും. പ്രകൃതി ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. അത് അനർഘ നിമിഷത്തിലെ അല്ലേ, അത് നമ്മൾ നോക്കിയതാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരേഖം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. എന്തുകൊണ്ടല്ലേ? വാക്കുകളുടെ നൃത്തഭംഗിയാണ് കവിതയെങ്കിൽ ഈ പാഠഭാഗം കവിതയാകാൻ വെമ്പുന്ന ഗദ്യമാണ്. മുകളിൽ കൊടുത്ത പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായത്തിൻ്റെ സാധ്യത പരിശോധിക്കുക. ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഓരോ വരിയും ദാർശനിക തത്വങ്ങളാണ്. ഒരു വലിയ സങ്കടത്തിൻ്റെ ഒരു വിഷാദ ചവി നിറഞ്ഞിട്ടുള്ള ഒരു ലേഖനമാണിത്. ഓരോ വരിയും താൻ ഇതാ മരിക്കാൻ പോകുന്നു, ഈ മനോഹരമായ പ്രകൃതിയെ വിട്ട് താൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുകയും നീ എന്നെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആ പ്രപഞ്ചത്തിൽ നിന്നെ വിട്ട് ഞാനിതാ പോവുകയാണ് എന്നതിൻ്റെ ദാർശനികത മുഴുവനും വരുന്ന വരികളാണ് ഈ ലേഖനത്തിൽ. ചില സന്ദർഭങ്ങളിൽ ഏകാഗിയായ പ്രാണൻ ഭൂതകാലത്തെ ഓർത്ത് ദുഃഖിതനായി അലയുന്നു. അത് ഏതിലാണ്? സന്ദർശനം എന്ന പാഠത്തിലാണ് അല്ലേ. ചിലപ്പോൾ ഏകാഗിയായ പ്രാണൻ ഭൂതായനങ്ങളിൽ അലയുകയാണ്. അപ്പോൾ ഇരുളിൽ അപ്പോൾ നിന്റെ മുഖമാണ് ഒരു സാന്ത്വനമായി എൻ്റെ മുന്നിൽ തെളിയുന്നത് എന്ന് ബാലചന്ദ്ര ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയിൽ. ഏത് ദുഃഖത്തെയും ശമിപ്പിക്കുവാൻ കാലത്തിന് ശക്തിയുണ്ട് എന്ന യാഥാർത്ഥ്യം കവിക്ക് ബോധ്യപ്പെടുന്നു. സന്ദർശനം എന്ന കവിതയിൽ ബാലചന്ദ്ര ചുള്ളിക്കാട് ചൂണ്ടിക്കാണിക്കുന്നത് കാലത്തിൻ്റെ ഇതേ ശക്തിവിശേഷം തന്നെയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും കാലം സഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന് അജ്ഞാതമായി ഒന്നുമില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ശരിയായി വിലയിരുത്തുവാനുള്ള കഴിവും അതിനുണ്ട്. നമ്മുടെ ജീവിതശേഷവും ആ സത്യങ്ങൾ നിലനിൽക്കും. നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുകയും വിധിക്കുകയും ചെയ്യുന്നത് കാലമാണ് എന്ന യാഥാർത്ഥ്യം ഈ രണ്ട് രചനകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ട് രചനകൾക്കും താരതമ്യം ചെയ്യാനായിട്ട് രണ്ടും വേർപാടിൻ്റേതാണ്. സന്ദർശനം എന്ന പദ്യവും അനർഘ നിമിഷം എന്ന ബഷീറിൻ്റെ ഈ ചെറിയ ലേഖനവും രണ്ടും ഒരു വിടപറച്ചിലിൻ്റേതാണ്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ വേർപിരിയുന്ന ഒന്നാണ്. ഒന്ന് രണ്ട് പ്രണയികളാണെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തോട് യാത്ര പറയുന്ന ഒരു കഥാകാരൻ്റെ കുറിപ്പുകളാണ് അനർഘ നിമിഷം. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിൻ്റെ പരികൽപ്പന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ദർശനങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത്? പുസ്തകം നന്നായിട്ട് വായിക്കുക, അപ്പോൾ ലഭിക്കും. മനുഷ്യന് രണ്ട് മുഖങ്ങളുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. ഒന്ന് ബാഹ്യവും ഒന്ന് ആന്തരികവും. ബാഹ്യമായ മുഖമാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ആന്തരികമായത് പ്രത്യക്ഷമല്ല, എങ്കിലും ആന്തരികമായതിൽ കുറേയൊക്കെ ബാഹ്യമുഖത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ എല്ലാ കാര്യവും എപ്പോഴും തുറന്ന് നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ എപ്പോഴും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ടല്ല നടക്കുക. നമ്മൾക്ക് അപ്പോഴത്തെ സന്ദർഭത്തിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ പറയുക. ബാഹ്യമായത്
ആന്തരികമായതും രണ്ടും രണ്ടാണ്. നമുക്ക് കാണുന്ന ആൾക്ക് അയാളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് പെട്ടെന്നൊന്നും പിടികിട്ടുകയില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നാം മറ്റുള്ളവരുടെ എന്താ മുഖത്തിനൊരു വാട്ടം എന്ന് ചോദിക്കാറ്. ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് അത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യും. അപ്പോഴാണ് അടുത്തുള്ളവരൊക്കെ തമ്മിൽ കാണുമ്പോൾ ചോദിക്കും, എന്താ മുഖത്ത് ഒരു വാട്ടം. അടുത്തുള്ളവരെ കാണുമ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ സങ്കടം വരിക അല്ലേ, അവരിത് കാണിക്കും. അപരിചിതരുടെ അടുത്ത് കാണിക്കില്ല. എന്നാലും അഗാധമായ ദുഃഖമാണെങ്കിൽ ആ സങ്കടം, ആ വാട്ടം നമ്മളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കാം. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്. ആന്തരിക മുഖം എന്നതുകൊണ്ട് മനസ്സിനെയാണ് വിവക്ഷിക്കുന്നത്. സുഖവും ദുഃഖവും ഒക്കെ ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. ക്രമേണ അത് മുഖത്ത് ദൃശ്യമാകുന്നു. തീവ്രമായ ദുഃഖം അനുഭവിക്കുമ്പോഴും ആ ഭാവമൊന്നും തൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇപ്പം നല്ല സങ്കടമുണ്ടെങ്കിലും ആ ഭാവമൊന്നും മുഖത്ത് കാണിക്കാതെ നടക്കും. അതിന് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ഓർത്ത് സങ്കടപ്പെട്ടായിരിക്കില്ലേ നമ്മൾ സ്കൂളിൽ വരുന്നത്. എന്നാൽ ചില കുട്ടികൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ, കളികളിലൊന്നും ഏർപ്പെടാതിരിക്കുമ്പോൾ ടീച്ചർമാരപ്പോൾ ചോദിക്കും, എന്തു പറ്റി, ഇന്നലത്തെ പോലെയല്ലല്ലോ ഇന്ന് എന്താ, വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടിയോ എന്നത് എടുത്ത് ചോദിക്കാറുണ്ട്. ആ മുഖത്തിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത് മുഖത്ത് കാട്ടാതിരിക്കാൻ നല്ല പോലെ പണിപ്പെട്ട് പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കില്ല. മറ്റ് അംഗങ്ങൾ ഇതെല്ലാം അറിയാതിരിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കുടുംബത്തിൽ തന്നെ കഴിയുന്നുണ്ടാവും. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരെ അറിയിച്ച് അവരെ എന്തിനു വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് സ്വയം നിയന്ത്രിക്കും. അങ്ങനെയാണ് ബഷീറും. എൻ്റെ ചിരിക്കകത്തുള്ള മുഴക്കം അവർ കേൾക്കുന്നില്ല. ഇത്രയും ദുഃഖം, ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ദുഃഖം ഉള്ളിൽ അടക്കി വയ്ക്കുമ്പോഴും അവരോട് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. അപ്പോൾ ബഷീർ ആലോചിക്കുകയാണ്, എൻ്റെ ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല, ഞാനത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തൻ്റെ മാത്രം അവസ്ഥയല്ല, തന്നെപ്പോലെ പലരുടെയും അവസ്ഥയാകുന്നു. ജീവിതം പലപ്പോഴും അഭിനയപ്രധാനമാണ്. ഇല്ലാത്ത സ്നേഹം നടിക്കുന്നവരുണ്ട്, വൃഥാ കോപിക്കുന്നവരുണ്ട് എന്നൊക്കെയാണ് ഇതിൽ എൻ്റെ ചിരിക്കകത്തുള്ള മുഴക്കം കേൾക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആശയം. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ചോദ്യങ്ങൾ. ഇനി കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കാൻ പോകുന്നു. ഇല്ലായ്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരണമാണ് അർത്ഥമാക്കുന്നത്. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്, യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതമായ ഇന്നലെയിൽ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്നലെ എന്നത് കഴിഞ്ഞു പോയ ഒന്നാണ്. ഇന്ന് എന്നതോ നാളെ പറയുക ഇന്നലെ എന്നാണ്. അപ്പോൾ ഇന്ന് എന്ന ആ അവസ്ഥ അല്ലെങ്കിൽ ഈ നിമിഷം എന്നുള്ളത് ഈ നിമിഷത്തിന് മാത്രം സ്വന്തമായതാണ്. കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ നിമിഷമായിരിക്കും. അടുത്ത നിമിഷത്തിലേക്ക് ലയിച്ച് പോകുന്ന, ഇന്നലെയിലേക്ക് പോകുന്ന ഇന്ന് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരും ഇവിടെ ശാശ്വതമല്ല. നമ്മളെല്ലാവരും മരിച്ച് പോകേണ്ടവരാണ്. അത് കഴിഞ്ഞ് മറ്റ് ഉള്ളവർ കടന്ന് വരാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഭൂമിയുടെ അവകാശവും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കടന്നു വരും. നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട നമ്മുടെ ആയുസ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാതെ തന്നെ പോകേണ്ടി വരുന്നവരാണ്. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയി, കോടാനുകൂടി ഇന്നലെയിൽ. പരിചിതരായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവരെങ്ങോട്ടാണാവോ പോയത്? എങ്ങോട്ടാണ് പോയത്?
എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. പലരും സ്വർഗമെന്നും നരകമെന്നുമൊക്കെ പറയാറുണ്ട്. പക്ഷെ ആർക്കും യാതൊരു ധാരണയുമില്ല എന്താണ് സ്വർഗമെന്നും എന്താണ് നരകമെന്നും അവർ എവിടേക്കാണ് പോയതെന്നും മരിച്ചു പോയവർ എവിടേക്കെന്ന്. ഒന്നല്ല, രണ്ടല്ല, ആയിരമല്ല, എത്രയോ കോടിക്കണക്കിന് ജീവികളും മനുഷ്യരും മരിച്ചു പോയിരിക്കുന്നു. അവരെല്ലാം എവിടേക്കാണ് പോയതെന്ന് യാതൊരു അറിവും ആർക്കും ഇല്ല എന്നതാണ് ഇതിൻ്റെ ആശയം. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. ആരാണ് നീ? ഈ പ്രപഞ്ചമാണ് നീ എന്നത്. ഈ പ്രപഞ്ചം എനിക്ക് ഇപ്പോഴും ഒരു മഹാരഹസ്യമാണ്. എന്നാൽ എന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും അറിയുന്നവളാണ് അല്ലെങ്കിൽ അറിയുന്നവനാണ് നീ. എന്നാൽ നിന്നെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അറിയുന്നത് വളരെ തുച്ഛമാണ്. എന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്? എന്നുവരെയാണ് ഈ പ്രപഞ്ചം? എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഇതൊന്നും മനുഷ്യർക്കാർക്കും അറിയില്ല. എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ആരാണ്? പ്രപഞ്ചം. പ്രപഞ്ചത്തോട് എന്തെല്ലാം ദുഷ്ടത്തരങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നത് അല്ലേ? അതെല്ലാം സഹിച്ചുകൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഭൂമി നിലനിൽക്കുന്നത്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിന്നെ സ്നേഹിച്ചും നീ എന്നെ സ്നേഹിച്ചു. നമ്മൾ ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയില്ല. എന്നാലും നിന്നെ ഞാൻ സ്നേഹിച്ചു, വളരെയധികം സ്നേഹിച്ചു. എന്നാൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും നമ്മൾ എന്തെല്ലാം ദ്രോഹങ്ങൾ പ്രകൃതിയോട് ചെയ്യുന്നു, പ്രപഞ്ചത്തോട് ചെയ്യുന്നു. അതിനൊന്നും എതിര് പറയാതെ, അതിനൊന്നും പ്രതികാരം ചെയ്യാതെ പ്രപഞ്ചം നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ ഒരു ദിവസം നമുക്ക് യാത്ര പറഞ്ഞ് പിരിയേണ്ടതായി വരും. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. അവസാനം നീ മാത്രമാണ്, ഈ പ്രപഞ്ചം മാത്രമാണ് അവശേഷിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ഓരോരുത്തരായി യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകും. പലരും യാത്ര പറയാൻ പോലും പറ്റാതെ പെട്ടെന്നായിരിക്കും മരണം വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അനർഘ നിമിഷത്തിലെ ചോദ്യങ്ങൾ പാഠം നന്നായി വായിക്കുക. ഇതിൻ്റെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. MCQ നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതുക. ധാരാളം കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അതും നന്നായി വായിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.